ഞാൻ എന്റെ പ്രവർത്തകന്മാർ 24 ദിവസം കോടതിയുടെ വരാന്തയിലായിരുന്നു. ഈ എന്റെ പറകിലിരിക്കുന്നവർ മുഴുവൻ ഞങ്ങള് സാദിഖലി തങ്ങൾ സമദാനി സാഹിബ് വിളിക്കുമ്പോൾ അദ്ദേഹം വന്നപാടനോട് പരാതി പറഞ്ഞു, എടുക്കാൻ പറ്റുമായിരുന്നില്ല. മുനീർ സാഹിബ് ഓരോ നിമിഷവും, മജീദ് സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഉമ്മൻചാണ്ടി സാർ എപ്പോഴും ഒരു സങ്കടത്തോടെയാ വിളിക്കുക. രമേശ് ചെന്നിത്തല വിളിക്കും, രാഘവട്ടം വിളിച്ചു, AK ആന്റണി സാർ വിളിച്ചു. എല്ലാവരും നിങ്ങളൊക്കെ 24 ദിവസവും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളും നിങ്ങളുടെ ഉമ്മമാരും നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. ഞാൻ എന്നും ഏതു നിമിഷവും ഞാൻ പറയട്ടെ, അത് തൊട്ടറിഞ്ഞവനാണ് ഞാൻ നിങ്ങൾക്കൊരു വാക്കു പറയാം. ഒരിക്കലും എൻ്റെ പേരിൽ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ മറവിൽ ഈ പച്ചപ്പതാകയുടെ ആദർശം അടിയറവച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അന്ന് ഷാജി മരിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഈ സമുദായത്തിന്റെ ഈ സംഘടന നേരത്തെ പറഞ്ഞല്ലോ, അഭിമന്യനായ നമ്മളുടെ വിശിഷ്ടാതിഥി ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയാണ്. പാഫകിത്തങ്ങളും പൂക്കോയത്തങ്ങളും ശഹാബദങ്ങളും ഉണ്ടാക്കി വെച്ച പാർട്ടിയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എന്ന് മലയാളം പേര് ചൊല്ലി വിളിച്ച CHന്റെ പാർട്ടിയാണ്. ശഹാബദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ തോറ്റാലും ഈ പച്ചപ്പതാക ഒരു വർഗീയവാദിയുടെ അടുക്കളയിലും പണയം വെക്കില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതാ മുനവർദ്ധങ്ങളും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് PK ഫിറോസും അതുപോലെ സമദും നജീബും ഒക്കെ കൂടുന്ന ഈ പട ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രയാണം നേരിനു വേണ്ടിയാണ്, ധർമ്മത്തിനു വേണ്ടിയാണ്, സത്യത്തിനു വേണ്ടിയാണ്, നീതിക്കു വേണ്ടിയാണ്. ഒരു നഷ്ടവും നിങ്ങളെ തളർത്തരുത്. മറ്റുള്ളവന്റെ മുമ്പിൽ എന്തൊക്കെ ആരൊക്കെ പ്രകോപിപ്പിച്ചാലും നന്മ കൈവിട്ട് പ്രവർത്തിക്കരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയാറുണ്ട്, ഇരുട്ടറയിൽ 2 പേർ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും വർഗീയത പറയരുത്. നമ്മളെ കൂടെ വർഗീയതയുടെ ചെരുവിൽ കൊണ്ടുപോയി നിർത്താൻ ഇവർക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കുട്ടികളുടെ കണ്ണിലെ നന്മ തകർന്നു പോയാൽ നാട് തകർന്നു പോകും. സ്നേഹമുള്ളവരെ, ഈ രാജ്യം നിൽക്കുന്നത് നമ്മളൊക്കെ ചേർന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്നാണ്, നമ്മുടെ സുതാര്യമായ ജീവിതത്തിൽ നിന്നാണ്. അതിന് നിങ്ങൾക്ക് നൽകുന്ന ഈ പച്ചപ്പതാക നെഞ്ചോടടുക്കി പിടിച്ച് ഒരു മുസ്ലിമായി ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട അഭിമാനം നേരിന്റെ അഭിമാനമാണ്, സത്യത്തിന്റെ അഭിമാനമാണ്, ധർമ്മത്തിന്റെ അഭിമാനമാണ്, നന്മയുടെ അഭിമാനമാണ്. ഈ രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കണം.